ഹലോ ഹായ് എവ്രിവൺ, വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. വെയിറ്റ് ലോസ് ഒക്കെ എങ്ങനെ പോകുന്നു? എൻ്റെ വെയിറ്റ് ലോസ് നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്ത് പറയണം. സോ ഇന്ന് നമ്മൾ ബ്രൊക്കോളി ഓംലെറ്റ്, വെറൈറ്റി ഓംലെറ്റാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഭയങ്കര ന്യൂട്രീഷ്യസ് ആണ്. ഞാൻ ഡിന്നർ ഓപ്ഷനായിട്ടാണ് ഇത് മേക്ക് ചെയ്യുന്നത് 2 പേരുടെ ക്വാണ്ടിറ്റിയിൽ. സോ ഫോർ ദാറ്റ് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് 2 എഗ്ഗാണ്. ഞാൻ ഫുൾ എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ എഗ് വൈറ്റ്സ് മാത്രം പ്രിഫർ ചെയ്യുന്നവരാണെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് 2 eggs ആഡ് 3 eggs. ഓക്കെ, 3 എഗ്ഗിൻ്റെ വൈറ്റ്സ് എടുക്കാവുന്നതാണ്. അതിലേക്ക് നമ്മുടെ കയ്യിൽ എന്തൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം നമുക്ക് ചേർക്കാം. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് ബ്രൊക്കോളിയുടെ എമൗണ്ട് ആണ് കുറച്ചും കൂടെ കൂടുതലായിട്ട് നിൽക്കുന്നതിന് ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ആദ്യം ചേർക്കുന്നത് ഒരു 1/4 എമൗണ്ട് ഓഫ് ഒണിയൻ സ്മോൾ സ്ലൈസസ് ആക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഗ്രേറ്റഡ് ക്യാരറ്റ് ഹാഫാണ് ചേർക്കുന്നത്, ഹാഫ് ഗ്രേറ്റഡ് ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റ് ചേർക്കുന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് ഇൻസ്റ്റെഡ് ഓഫ് പീസസ് റൈറ്റ് ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ബെൽ പെപ്പർ അല്ലെങ്കിൽ ക്യാപ്സിക്കമാണ് ആഡ് ചെയ്യുന്നത്. അപ്പം യൂഷ്വലി എനിക്ക് ക്യാപ്സിക്കം റോ ആയിട്ട് കഴിക്കാൻ ഇഷ്ടമല്ല. അപ്പം നമ്മൾ പക്ഷേ ഇതിലൊരു ഓംലെറ്റിലാകുമ്പോൾ ഇത് കുറച്ച് വെന്തിട്ട് ആ ഒരു സ്മെല്ല് വല്ലാതെ വരുമ്പോൾ നല്ലൊരു ഫ്ലേവറും തരുന്നുണ്ട് ക്യാപ്സിക്കം. സോ ഇറ്റ്സ് ബെറ്റർ ടു ആഡ് ഇറ്റ്. പിന്നെ ഞാൻ ചില്ലി ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് സ്പൈസസ് ഇഷ്ടമായിട്ടാണ്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് സ്പൈസസ് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് ആണ് നമ്മൾ ബ്രൊക്കോളി നല്ല ക്വാണ്ടിറ്റിയിൽ സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുക. ബ്രൊക്കോളി മേക്ക് ഷുവർ ദാറ്റ് യു ആർ ബോയിലിംഗ് ഇറ്റ് ഇൻ എ വാട്ടർ. ഞാനത് ഷോർട്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ബ്രൊക്കോളി ക്ലീൻ ചെയ്യേണ്ടതെന്നുള്ളത്. അത് നിങ്ങൾക്ക് റെഫർ ചെയ്യുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, സോൾട്ട് ആഡ് ചെയ്യുക. പിന്നെ ആവശ്യത്തിനുള്ള പെപ്പർ, അതും എരിവും ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് എരിവ് കൂടുതലായിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെ കഴിക്കാം. എരിവ് കുറച്ചിട്ടാണെങ്കിൽ പിള്ളേർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും ആക്ച്വലി ഓംലെറ്റ് ഫോമിൽ കൊടുക്കുമ്പോഴത്തേക്കിന്. അപ്പം അവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് എരിവ് കുറച്ചിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തൊരു ഫോം ആക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ പ്രിപ്പറേഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് അതെന്ത് ചെയ്യുക, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മളൊരു തവ വെച്ചു. തവയിലേക്ക് ഞാൻ ഗീ ആണ് പ്രിഫർ ചെയ്യുന്നത്. കുഞ്ഞിനും കൂടെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എല്ലാം ഗീയിലാണ് ഉണ്ടാക്കുന്നത്. സോ ഗീ വെച്ചിട്ട് അതൊന്ന് മെൽട്ടായി വരുമ്പോഴത്തേക്കിന് നമ്മുടെ ആ മിക്സ്ചർ എന്ത് ചെയ്യുക, അതിലേക്ക് ഇങ്ങനെ ഒന്ന് പരത്തി, ദോശയൊക്കെ വെക്കത്തില്ല അതുപോലെ നമ്മൾ തവയിലെടുത്തിട്ട് ഇങ്ങനെ പരത്തി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫുള്ള് ഒരു തവയുടെ ഷേപ്പിലോട്ടാണ് ഞാൻ ചെയ്തത്. സോ ദാറ്റ് ഇറ്റ്സ് ലുക്സ് ലൈക്ക് വെരി റൗണ്ട് ഷേപ്പ്. അപ്പോൾ അങ്ങനെ ആക്കിയെടുക്കുക. അപ്പോൾ നല്ല രസമുണ്ട് കാണാനും. അപ്പോൾ ഇങ്ങനെയാണ് ലാസ്റ്റ് ഫോം. നമ്മൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പോഴത്തേന് എന്ത് ചെയ്യുക, ലിഡ് വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഒരു 3 minutes നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുക. സോ ദാറ്റ് എല്ലാ വെജിറ്റബിൾസും ഒന്ന് കുക്കായി വരാനായിട്ട്. അപ്പോൾ അതേ ഇങ്ങനെ വന്ന് തുറന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇനി അതെന്ത് ചെയ്യുക, ഒന്ന് ടേൺ ചെയ്യുക. അതൊരു വലിയ ടാസ്ക്കാണ്. ഞാൻ എങ്ങനെയൊക്കെയോ അത് ടേൺ ചെയ്യിപ്പിച്ചു. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ജസ്റ്റ് കുക്കായിട്ടുണ്ടെന്നുള്ളതൊന്ന് നോക്കുക. ഒത്തിരി കുക്കാവേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നമുക്ക് റോ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് ഭയങ്കര ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഓംലെറ്റാണ്. നമ്മൾ അങ്ങനെ സെർവ് ചെയ്യുക, ഹാവ് ചെയ്യുക. ഞാനിത് രാത്രിയിൽ കഴിച്ചിട്ട് എനിക്ക് നെക്സ്റ്റ് ഡേ 9 o'clock നമുക്കൊരു ഹംഗ്രി ഫീൽ ചെയ്യുന്നത്. അപ്പം ഇത് നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണിയിൽ ആഡ് ചെയ്ത് നോക്കൂ. എങ്ങനെയുണ്ടെന്ന് എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, താങ്ക് യു.